20 വർഷം ഈ പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകരുത് എന്ന ഹൈക്കോടതി ഉത്തരവ് നിലനിൽക്കുമ്പോഴാണ് ഇതേ പ്രതികൾക്ക് കൂടിയാണ് കേട്ടോ ഈ ഷാഫി, ഷിനോജ്, പിന്നെ ഒരു പ്രതികൾ കൂടി ഈ മാഹി ഇരട്ടക്കൊലക്കേസിൽ വെറുതെ വിട്ട പ്രതികൾ അവരെ പുറത്തേക്ക് ഇറക്കി വിട്ടാൽ സുരക്ഷാ പ്രശ്നം ഉണ്ടാവോ എന്ന ചോദ്യം ചോദിക്കുമ്പോൾ അവർക്കറിയാം ഹൈക്കോടതിയോട് ഇങ്ങനെ ഒരു പ്രധാനപ്പെട്ട ഉത്തരവ് അവിടെ കിടപ്പുണ്ട് എന്നറിഞ്ഞുകൊണ്ട് തന്നെ ചോദ്യം ഉണ്ടായതാണ്. അപ്പോൾ ആ ചോദ്യം എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് ഇറക്കി വിടാനുള്ള ആലോചന ആയിരുന്നല്ലോ അത്. അതിൽ തൊട്ടടുത്ത ഒരു മാസം കഴിയുമ്പോഴേക്കും അടുത്ത പരോൾ കൊടുത്തിട്ടത് സ്വാഭാവിക പരോൾ എന്ന് പറഞ്ഞാൽ അതങ്ങനെ അങ്ങ് വിശദീകരിച്ച് നിൽക്കൽ പ്രയാസമാണ് അജീഷ്. ശിക്ഷയ്ക്ക് തടവ് ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് അവർ ജയിലിൽ കയറിയതിനു ശേഷം അവർ ഏതാണ്ട് 1000-ലധികം ദിവസം അവർ പുറത്തിറങ്ങി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ TP കേസിലെ എല്ലാ പ്രതികളും അത്രയും ദിവസം തന്നെ പരോളിൽ പുറത്താണ്. ഈ കൊടിസുനി അടക്കമുള്ള മിക്ക പ്രതികളും ഇവർക്കെതിരെ നേരത്തെ തന്നെ ഈ പല ആരോപണങ്ങളും ഈ കണ്ണൂർ ജില്ലയിൽ തന്നെയുണ്ട്. നേരത്തെ ഈ സ്വർണ്ണക്കടത്ത് അടക്കമുള്ള ആരോപണങ്ങളിൽ ഈ പ്രതികൾ അവരുടെ കൊട്ടേഷൻ സംഘത്തെ ഉപയോഗിച്ചു ഈ സ്വർണ്ണക്കള്ളക്കടത്ത് അടക്കം നടന്നു എന്നുള്ള ഒരു ആരോപണം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ നിരവധി ഈ കുറ്റങ്ങൾ ഇവർക്കെതിരെ ഈ ജയിൽ ശിക്ഷ അനുഭവിക്കുമ്പോൾ തന്നെ ഉള്ളപ്പോഴാണ് ഇവരെ പുറത്തിറക്കാനുള്ള ഒരു നീക്കം നേരത്തെ ഈ സർക്കാർ ഈ കത്ത് ഇടപാടിലൂടെ നടത്തിയത്. അതിന് പിന്നാലെയാണ് ഈ IG-യുടെ ഈ സംഭവമൊക്കെ വന്നത്, DIG-യുടെ ഈ സംഭവമൊക്കെ വരുന്നത്. അതായത് ഈ TP കേസ് പ്രതികളുടെ ബന്ധുക്കളുടെ കയ്യിൽ നടക്കം കൈക്കൂലി വാങ്ങുന്ന ഒരു കാര്യം, അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. മാത്രമല്ല ഇതിനെതിരെ വലിയ വിമർശനം ഉയരുമ്പോഴും ഈ പ്രതികൾ ഇപ്പോഴും പുറത്തിറങ്ങുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ 4ാം പ്രതി TK രജീഷൻ തന്നെ ഈ 4 മാസത്തിനിടയിൽ 2ാം തവണയാണ് ഇപ്പോൾ പരോളിനായിട്ട് പുറത്തിറങ്ങുന്നത്. ഇനി ജനുവരി 15-നകം മാത്രമേ ഈ ജയിലിനകത്തേക്ക് കയറുള്ളൂ. കഴിഞ്ഞ ദിവസമാണ് ഈ TK രജീഷും കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയത്. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുമ്പോൾ അദ്ദേഹം 1.5 മാസം ആയുർവേദ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ആയുർവേദ ആശുപത്രിയിൽ എത്തുന്നതിന് മുൻപ് ഏതാണ്ട് 15 ദിവസം പരോളിലായിരുന്നു. അങ്ങനെ ഓഗസ്റ്റ് മാസം തൊട്ട് ഇപ്പോൾ ഏതാണ്ട് 10-45 ദിവസം പരോളിൽ പുറത്താണ്. അങ്ങനെ 4 മാസത്തിനിടയിൽ ഇത്രയും തവണ പുറത്തിറങ്ങുന്ന ഏറ്റവും ഒരു കൗതുകമുള്ള കാര്യം TP കേസ് പ്രതികൾക്ക് മാത്രമേ ഈ ആനുകൂല്യം